അലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഒരു അപ്പമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈവനിങ്ങിലോ അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കറിയോ ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതിനായിട്ട് ഞാൻ എന്താ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. 5 മണിക്കൂർ കുതിർത്ത പച്ചരി ആയിരിക്കണം. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ എന്താ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്താ അതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവാക്കിയിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ നമ്മുടെ അപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് മിക്സി ജാറിൽ കൂടി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും തേക്കുള്ള വെജസ് നമുക്ക് കട്ടാക്കി എടുക്കാം. ഞാൻ എന്താ ഒരു അര ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു, പച്ചമുളക് കട്ട് ചെയ്തെടുത്തു, പിന്നെ നമ്മുടെ മല്ലിയിലയും കട്ട് ചെയ്തെടുത്തു, ഒരു സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മാവും റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇനി ഈസി ആയിട്ട് നമുക്ക് ഈ അപ്പം ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇത്രയും വെജീസ് നമുക്ക് നമ്മുടെ ആ മാവിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് ഉണ്ടാക്കിയാൽ നമുക്കതിലേക്ക് കറികളൊന്നും വേണ്ട, അത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതിലെ വെജീസുകളൊക്കെ അതിലേക്ക് കുറേശ്ശെയായിട്ട് കൊടുക്കണം. ക്യാപ്സിക്കവും പച്ചമുളകും മല്ലിയിലയും ക്യാരറ്റും എല്ലാം കൂടി ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഒരു ശകലം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ല ജീരകയില്ലേ അതൊരു പിടി ഒരു പിഞ്ചോളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയും ചേർത്ത് ഒടിച്ചിട്ട് നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളപ്പച്ചട്ടിയൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഈ മൺചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുത്തു. അതിലേക്ക് ഒരു തവി ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുത്തു. നല്ല ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ ഇതിന് കാണാൻ ഭംഗിക്ക് വേണ്ടി ക്യാപ്സിക്കവും വലിയുള്ളിയും ക്യാരറ്റും എല്ലാം കുറേശ്ശെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിതാ ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റോളം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ഓട്ടയൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓട്ടകളായിട്ട് ഇതുപോലെ നാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മെല്ലെ ഇതൊന്ന് മൺചട്ടിയിൽ നിന്നും അടർത്തിയെടുക്കാം. അപ്പോൾ ഈസി അല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അപ്പം റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്